തിരുവോണം അടുത്തെത്തിയതോടെ ഓണപ്പൊട്ടിനെ ഒരുക്കുന്ന തിരക്കിലാണ് പേരാമ്പ്രയിലെ KC ദാസനും കുടുംബവും. വിഷുവോട് അവസാനിക്കുന്ന തെയ്യക്കാലത്തിന് ഓണത്തോടെയാണ് വീണ്ടും തുടക്കമാകുന്നത്. കർക്കിടകത്തിലെ അറുതിയിൽ നിന്നും ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓണപ്പൊട്ടൻ. മലയ സമുദായത്തിന്റെ തലമുറകളായി കൈമാറി വരുന്ന പാരമ്പര്യ അനുഷ്ഠാനകലയുടെ മറ്റൊരു അധ്യായത്തിനാണ് ഓണമെടുക്കുന്നതോടെ തുടക്കമാകുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രാടം മുതലാണ് ഓണപ്പൊട്ടൻ പ്രജകളെ സന്ദർശിക്കാനെത്തുന്നത്. അതിനാൽ ഒരാഴ്ച മുമ്പ് ഇതിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയാകും. ഓലക്കുട, കുടമണി, ചാമരം, തണ്ട, ഉറുക്കുംപടി, ചീപ്പ്, വെള്ളിപ്പോള തുടങ്ങിയവയൊക്കെയാണ് ഓണപ്പൊട്ടന്റെ വേഷവിധാനങ്ങൾ. ഇതിൽ ഓലക്കുട വർഷം തോറും മാറ്റണമെന്നതാണ് ആചാരം. ഞങ്ങള് പാരമ്പര്യമായിട്ട് പണ്ടേ ചെയ്തു വരുന്ന ഒരു അനുഷ്ഠാനമാണ് ഓണനാളിൽ ഓണപ്പൊട്ടൻ കിട്ടുക എന്നുള്ളത്. ഓരോ കൊല്ലത്തിനും കുട മാറ്റണം. കാക്കുട ഉണ്ടാവും, മുടി ഉണ്ടാവും, പിന്നെ താടി, പിന്നെ ചാമരം, തലപ്പാളി 2 കൊമ്പനുണ്ടാവും, കാണി ചോപ്പ്, കൈ പൂജാമണി ഉണ്ടാവും. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കാറില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. വീടുകളിൽ നിന്ന് ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ്. മലയ സമുദായത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ ആചാരപ്രകാരം തന്നെയാണ് ഇന്നുവരെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ വീടുകളിൽ കയറി അവിടെ തരുന്ന ദക്ഷിണയും അവിടെ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ആൾക്കാർ ഭാഗത്തുനിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങാം. എല്ലാ പീടികളൊക്കെ കയറി ഇങ്ങനെ പൈസ വാങ്ങുന്ന സമ്പ്രദായത്തിൽ ഒരു വാണിജ്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് ഈ അനുഷ്ഠാന ആചാരത്തെ ഞങ്ങൾ ഒരിക്കലും വ്രണപ്പെടുത്തിയിട്ടില്ല. 41 ദിവസം വ്രതമെടുത്ത് ചിട്ടയോടെയാണ് ഓണപ്പൊട്ടൻ തെയ്യം ഇറങ്ങുക. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചാണ് വ്രതാനുഷ്ഠാനം. ഉത്രാടം നാളിൽ പുലർച്ചെ പിതൃക്കൾക്ക് കലശം വെച്ച് പൂജയും നടത്തിയാണ് തെയ്യം വീടുകളിലേക്ക് എത്തുക. ആടയാഭരണങ്ങളും വേഷവും ഒരുക്കി അവർ ഉത്രാടത്തിനായി കാത്തിരിക്കുകയാണ്. ജനം, കോഴിക്കോട്. കാത്തിരിക്കാൻ, വരവേൽക്കാൻ ആ വടക്കൻ കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളും തയ്യാറാണ്.